നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഒരു ചെറിയ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറോടുകൂടി ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു 8 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 5 സവോള, ഒരു തക്കാളി നിർബന്ധമില്ല. അതിന് പകരം ആംചൂർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വിനെഗർ. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു പുളിക്ക് വേണ്ടി തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലം, കുറച്ച് പെരുംജീരകം, പിന്നെ ഈ കാണുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നമുക്ക് 2 സ്റ്റേജിൽ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ മല്ലിയില വേണം അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി രണ്ടും ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ വീതം ഉലുവയും ജീരകവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എണ്ണ ഒഴിച്ച്, ഏതെണ്ണ വേണമെങ്കിലും ആവാം, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ആവാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് നല്ല ജീരകവും ഉലുവയും ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏല, പെരുംജീരകം. മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം. അത് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക. ഈ ഉള്ളി ഹാഫ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 4 വലിയ സവാളയുണ്ട്. ഉള്ളി ഒത്തിരി വഴണ്ട് വരണമെന്നില്ല. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ശകലം ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ കസൂരി മെത്തിയും കൂടെ ആഡ് ചെയ്യാം. പച്ചച്ചുവ മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഞാൻ എടുത്തു വെച്ച കസൂരി മെത്തിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനത് എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ആഡ് ചെയ്തു. ഇനി ഈ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക. അതല്ല ആംചൂറും വിനാഗിരിയാണ് ആഡ് ചെയ്യണമെങ്കിൽ അത് ലേറ്റർ സ്റ്റേജിൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ വയ്ക്കണം, അടി പിടിക്കരുത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇടയ്ക്ക് നോക്കാം. ഒരു 3-4 മിനിറ്റ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. ഇത് വെന്തൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടാണ് കറി വേണ്ടെങ്കിൽ ഇതിനകത്തൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ട, അതുകൊണ്ട് ഞാനൊരു 2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്.
2 കപ്പ് വെള്ളം ഒഴിച്ച് അത് 2 മിനിറ്റ് തിളപ്പിച്ച് ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എനിക്ക് ഇത്രയും ഒരു ചാറോടുകൂടിയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് മല്ലിയില ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി നമ്മുടെ കയ്യിലൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യും. അപ്പം ഈ ഡിഷ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊരിയുടെ കൂടെയോ ഇവൻ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.